ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിവറ്റ് ടേബിൾ. മൈക്രോസോഫ്റ്റ് എക്സൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് പിവറ്റ് ടേബിൾ. നമുക്ക് വലിയ ബൾക്ക് ഓഫ് ഡാറ്റാസിനൊക്കെ നമുക്ക് സമറൈസ് ചെയ്ത് ഒരു റിപ്പോർട്ട് ഫംഗ്ഷൻ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പിവറ്റ് ടേബിൾ വളരെയധികം സഹായിക്കും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഡാറ്റയാണ്. ഒരു 4 സൂപ്പർ മാർക്കറ്റിൻ്റെ ഡാറ്റാസ്, ചോക്ലേറ്റ് പ്രോഡക്റ്റ് വൈസ്, കാറ്റഗറി വൈസ് ഒക്കെ വെച്ചിട്ടുള്ള ഡാറ്റയാണ്. ഈ ഡാറ്റേനെ ഞാൻ എങ്ങനെ സമറൈസ് ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കാം? ഇവിടെ നമുക്ക് ഇതിന് ഏറ്റവും നല്ലൊരു ഫംഗ്ഷൻ വെച്ചാൽ പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഡാറ്റേനെ സെലക്ട് ചെയ്തിട്ട് ഫുൾ സൈസ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഇൻസെർട്ട് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിവറ്റ് ടേബിൾ ഓപ്ഷൻ കാണാം. ഈ പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഡാറ്റ റേഞ്ചിനെ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് പുതിയ ഷീറ്റിലാണ് ഇതിൻ്റെ ഡാറ്റ വേണ്ടത്, ന്യൂ വർക്ക് ഷീറ്റിലാണ് ഇതിൻ്റെ ഡാറ്റ റിപ്പോർട്ട് വേണ്ടത്. ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഷീറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇവിടെ പിവറ്റ് ടേബിൾ ഫീൽഡ് ലിസ്റ്റ് ഉണ്ട്, നമുക്ക് ഏത് ഡാറ്റ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ റീജിയൻ വൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻ വാല്യൂസ് ആയിട്ട് സം ഓഫ് ടോട്ടൽ വാല്യൂസ് വന്ന് സാധിക്കും. നമുക്കിപ്പോൾ കോളത്തിൽ കാണാൻ സാധിക്കും റീജിയൻ വൈസ് സെൻട്രൽ, ഈസ്റ്റ്, വെസ്റ്റ് ടോട്ടൽ കൂടി കാണാൻ സാധിക്കും. ഞാനിവിടെ റീജിയൻ വൈസ് ടോട്ടലാക്കി റീജിയൻ ആക്കി ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സെൻട്രൽ റീജിയൻ്റെ എമൗണ്ട് 6,14,352. അതുപോലെ ഈസ്റ്റ് റീജിയൻ്റെയും കാണാൻ സാധിക്കും. ഇതിന് കോപ്പി പേസ്റ്റ് ചെയ്ത് എനിക്ക് വേറെ ഡാറ്റ കൂടി ക്രിയേറ്റ് ചെയ്യണം. എനിക്കിപ്പോൾ റീജിയൻ മാറ്റി ഇവിടെ എനിക്ക് കാറ്റഗറി വൈസ് വേണമെന്ന് വെച്ചാൽ ഇവിടെ റീജിയൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാറ്റഗറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇതേപോലെ തന്നെ ഇവിടെ കാറ്റഗറി വൈസ് ആക്കുകയും ചെയ്യാം. ഇനി ഇതേപോലെ നമുക്ക് മറ്റൊരു ഡാറ്റയെ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് വൈസ് കാണണമെങ്കിൽ ഇതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഈ ഡാറ്റ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സമറൈസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ Ctrl+C ടൈപ്പ് ക്ലിക്ക് ചെയ്ത് ഇവിടെ Ctrl+V ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കാറ്റഗറി കോളത്തിന് അൺചെക്ക് ചെയ്ത് പ്രൊഡക്റ്റിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രൊഡക്റ്റ് വൈസ് എമൗണ്ടും കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ എനിക്ക് ഇനി ഇതിൻ്റെ ഒരു അടുത്ത കസ്റ്റമർ വൈസ് റിപ്പോർട്ട് കിട്ടണമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മളിവിടെ ജി കോളത്തിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റിനെ അൺചെക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ കസ്റ്റമറിനെ ചെക്ക് ചെയ്യുകയാണ്. കസ്റ്റമറിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ വൈസ് എമൗണ്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 4 ടൈപ്പ് റിപ്പോർട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ 4 ടൈപ്പ് റിപ്പോർട്ടിനെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഡാറ്റ നമുക്ക് നമ്മുടെ മാനേജേഴ്സിനെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇതിനെ ഫോർമാറ്റ് ചെയ്യാം. നമുക്ക് ഇതിനെ കളർ കൊടുത്തിട്ട് ദാറ്റ് മീൻസ് അഡ്വൈസിന് കളർ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ബോക്സിനെ സെലക്ട് ചെയ്തിട്ട് ബോർഡർ വൈസ് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ഹെഡറിന് ഞാൻ സെപ്പറേറ്റ് കളർ കൊടുത്തു. ഇനി എനിക്ക് വേണ്ടത് ഇതേ സെയിം കളർ തന്നെ എനിക്ക് എല്ലാ ബോക്സിലും വേണമെന്ന് വെച്ചാൽ അതിന് നമുക്ക് ഫോർമാറ്റ് പെയിൻറ്റർ എന്നൊരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളിത് സെലക്ട് ചെയ്തിട്ട് ഈ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഫോർമാറ്റ് പെയിൻറ്ററിൽ വന്ന് ഇവിടെ ഒരു ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഓപ്ഷനിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടേക്ക് വരേണ്ട ആവശ്യമില്ല ഫോർമാറ്റ് പെയിൻറ്ററിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രഷ് കാണാം, ഇത് സെലക്ട് ചെയ്യാൻ നമുക്ക് ഏതൊക്കെ ഫോർമാറ്റിൽ ബോക്സിൽ പെയിൻറ്റർ വേണം അവിടെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോർമാറ്റ് പെയിൻറ്റർ ഒറ്റ ക്ലിക്കിലൊന്ന് ചെയ്യാൻ സാധിക്കും. നമ്മളൊന്ന് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് പോകും. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രിഡ് ലൈൻസൊക്കെ കളഞ്ഞ് കുറേ ഒരു അട്രാക്റ്റീവ് ലുക്കിൽ കൊണ്ടുവരണമെങ്കിൽ വ്യൂസിൽ വന്ന് ഗ്രിഡ് ലൈൻസൊക്കെ കളഞ്ഞ് അതേപോലെ തന്നെ പുതിയൊരു റോക്ക് ഇൻസെർട്ട് ചെയ്ത് നമുക്ക് അതിനൊരു ഹെഡർ കൊടുക്കണം. ഇപ്പോൾ ഇത് സമ്മറി ഓഫ് സൈസിന് ഹെഡർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി കാണാൻ നല്ലൊരു വൃത്തിയായിട്ടുള്ളൊരു ഷീറ്റാവും മാറും. ഇവിടുന്ന് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. Ctrl ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ബോൾഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ സൈസ് കൂട്ടാം, ഫോണ്ട് സൈസ് കൂട്ടാം. നമുക്കിവിടെ ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ മെർജ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് നമുക്കിതിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ നമുക്കൊരു 4 മിനിറ്റ് കൊണ്ട് നമുക്കൊരു നല്ലൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. തീർച്ചയായും നിങ്ങളുടെ ബോസിന് ഇത് വളരെ ഇഷ്ടപ്പെടും. സോ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇത് കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി എക്സൽ സ്കിൽ കോർണറിൽ ബന്ധപ്പെടുക. ഓക്കെ, ഫൈൻ, താങ്ക് യു.